കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായ രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നീ നേതാക്കൾക്ക് 5 വർഷം തടവും കൊച്ചി CBI കോടതി വിധിച്ചു. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, സജി ജോർജ്, സുരേഷ്, അനിൽകുമാർ, ഗിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, T രഞ്ജിത്ത്, സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. വിധിയിൽ തൃപ്തരാണെന്ന് പ്രോസിക്യൂഷനും അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗവും പ്രതികരിച്ചു. വിധിയുടെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോയി. നല്ല വിധി തന്നെയാണ് കിട്ടിയത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും 2 സെക്ഷൻ 1 ലക്ഷം രൂപ വീതം. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോകും. പിന്നെ ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. അതിൽ എൻ്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയത് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും. അപ്പീൽ സമർപ്പിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് അപ്പീൽ സമർപ്പിക്കുന്നു. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യും. അതോടൊപ്പം മറ്റ് ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലും ഫയൽ ചെയ്യാനുള്ള ഏർപ്പാടുകൾ അടിയന്തരമായി ചെയ്യുന്നതാണ്. 5 വർഷം ആയതുകൊണ്ട് എബോവ് 3 years ആയതുകൊണ്ട് ജാമ്യത്തിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല. ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ. വിചാരണ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് KV കുഞ്ഞിരാമൻ. 5 വർഷം ഒരു പ്രശ്നമേ അല്ലെന്നും KV കുഞ്ഞിരാമൻ പറഞ്ഞു. 5 വർഷം എന്നൊരു വിഷയമല്ല, നടപടിയുമായി മുന്നോട്ട് സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, ജാമ്യം റദ്ദാക്കിയ പ്രതികളടക്കമുള്ള ആളുകളെ ജയിലിലേക്ക് മാറ്റിയെന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. KV കുഞ്ഞിരാമൻ അടക്കം ഉള്ള ആളുകളുടെ പ്രതികരണം കൂടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അപ്പീൽ പോകുന്ന കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പാർട്ടി അടക്കം കടക്കും. സമഗ്രമായ എല്ലാ കാര്യങ്ങളും കേസിനെ നിയമപരമായി നേരിടും. അപ്പീൽ നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതികളും അവരുടെ അഭിഭാഷകരും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 1 മുതൽ 8 പ്രതികളും അതോടൊപ്പം തന്നെ 10, 15 പ്രതികൾ, ഈ പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കും. അതോടൊപ്പം തന്നെ 4 രാഷ്ട്രീയക്കാരാണുള്ള KV കുഞ്ഞിരാമൻ, ഉദുമ മുൻ MLA ഉൾപ്പെടെ ഉള്ള 4 പേരാണ് ശിക്ഷിക്കപ്പെട്ടവരിൽ CPM നേതാക്കളായിട്ടുള്ള ആളുകൾ. ഇവരുടെ കാര്യത്തിലും ഉടൻ തന്നെ കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഈ പ്രതികളെ, 2ാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചു, സജി ജോർജിനെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വകുപ്പ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പരമാവധി 2 വർഷം വരെ ശിക്ഷയാണ് ഉള്ളത്. പക്ഷേ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ സാധ്യതയുള്ള, വധശിക്ഷ വരെ വകുപ്പുകൾ ചുമത്തപ്പെട്ടിരിക്കുന്ന സാധ്യതയുള്ള പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ പരമാവധി ശിക്ഷ കിട്ടാവുന്നതാണ്. ഈ കേസിലാണ് ഇപ്പോൾ ഈ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 5 വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ടതിന് ശേഷം ജാമ്യത്തിലായിരുന്നു. പക്ഷേ ശിക്ഷ വന്നതിന് പിന്നാലെ 5 വർഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിന് ജാമ്യം റദ്ദായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി ഇവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്.